പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ഡെസ്ക് ജെറ്റ് പ്രിൻ്ററായ കനോൺ പിക്സിമ TS307 എന്ന പ്രിൻ്ററിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സാമ്പിൾ ഡോക്യുമെൻ്റാണ്. നമ്മളിവിടെ Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. നോർമൽ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. മുകളിൽ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രിൻ്ററിൽ നമുക്ക് ഈ ഒരു പ്ലെയിൻ പേപ്പർ മാത്രമല്ല, സപ്പോസ് ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ പേരിൻ്റെ താഴെ സെറ്റിങ്സ് എന്നാണ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് ആ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റിങ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റേഞ്ച് ഏതൊക്കെ പേജസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതേപോലെ വൺ സൈഡ് മതി എന്നുണ്ടെങ്കിലും അതിൽ പോർട്രേറ്റ് ആണോ അതോ പേപ്പറിൻ്റെ സൈസ് ഏതാ വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. ഇനി പ്രിൻ്ററിൻ്റെ മെയിൻ സെറ്റിങ്സിലേക്ക് പോകാൻ നമുക്ക്. അതിനാണ് പ്രിൻ്ററിൻ്റെ പേരിൻ്റെ താഴെ കണ്ടില്ലേ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ മെയിൻ സെറ്റിങ്സ് വരുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്, സ്റ്റാൻഡേർഡ്, ഫോട്ടോ പ്രിൻറ്റിങ്. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമ്മൾ നോർമൽ പ്ലെയിൻ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഫോട്ടോ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോസി പേപ്പറൊക്കെ നിങ്ങൾക്ക് ഈ പ്രിൻ്ററിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിങ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. നോർമൽ കേസിൽ സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡ്യൂപ്ലെക്സിൻ്റെ ഒക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഡ്യൂപ്ലെക്സ് മാനുവലാണ് വരുന്നത്. അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ മോണോക്രോമിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അതേപോലെ ഡ്രാഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ലോ ക്വാളിറ്റിയിൽ പ്രിൻറ്റിങ് നടക്കാൻ വേണ്ടിയിട്ടാണ്, കാറ്റേജിന് കൂടുതൽ ഈട് കിട്ടുന്നതാണ്. പിന്നെ എൻ്റെ താഴെ മീഡിയ ടൈപ്പ് എന്നുണ്ടല്ലോ, അതായത് നമ്മൾ പ്രിൻ്ററിൻ്റെ പിക്കപ്പ് ട്രയൽ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഫോട്ടോ പേപ്പറാണെങ്കിൽ പ്രത്യേകം സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പേപ്പർ സൈസ്, നമ്മൾ ഏത് സൈസ് പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ എൻ്റെ താഴെ പ്രിൻറ്റ് ക്വാളിറ്റി എന്നുണ്ടല്ലോ, 3 ക്വാളിറ്റിയാണുള്ളത്, സ്റ്റാൻഡേർഡ്, ഡ്രാഫ്റ്റ്, ഹൈ. സ്റ്റാൻഡേർഡ് നോർമൽ ക്വാളിറ്റി, നോർമൽ മൈലേജ് ഉണ്ടാവും. ഡ്രാഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിക്കാരം, പക്ഷേ വളരെ ലോ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവും പ്രിൻ്റ് ഔട്ടിന്, പക്ഷേ കാറ്റേജിന് നല്ല ലൈഫ് കിട്ടുന്നതാണ്. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റേജ് പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഹൈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പ്രിവ്യൂ അവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പേപ്പർ സോഴ്സ്, എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യേണ്ടത് എന്നാണ്, പേപ്പർ വലിക്കേണ്ടത് എന്നാണ്. ഇതിനാകെ റിയർ ട്രേ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. 999 വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഫോട്ടോ പ്രിൻറ്റിങ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ മീഡിയ ടൈപ്പ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ് 2 മോഡുകളുണ്ട്, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിങ് എന്ന 2 മോഡുകളുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറും ഇങ്കും വേസ്റ്റ് ആവുന്നതാണ്. സപ്പോസ് നിങ്ങൾ സ്റ്റാൻഡേർഡിൽ വെച്ചാണ്ട് ഗ്ലോസി പേപ്പറാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതിന് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ഫോട്ടോ പ്രിൻറ്റിങ് സെലക്ട് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിൻറ്റ് ക്വാളിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഫോട്ടോ പ്രിൻറ്റിങ് സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ പോയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, ഹൈ എന്ന 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.